തമിഴക രാഷ്ട്രീയത്തിലെ പുതിയ നീക്കങ്ങൾ നിലവിലുള്ള ചേരി ഉപേക്ഷിച്ച് പുതിയ ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ചെറുകക്ഷികൾ തയ്യാറെടുക്കുമ്പോൾ അത് അവരുടെ ഇതുവരെയുള്ള പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണ്. പക്ഷേ ഈ നിലപാടെടുക്കുന്നതിന് കാരണമായി പറയുന്നത് ഇതെല്ലാം നിലവിലുള്ള ഭരണ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ എന്നതാണ് മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രം. എന്തായാലും തമിഴക രാഷ്ട്രീയം അതിശ്രദ്ധേയമായ നീക്കങ്ങളിലൂടെ കടന്നുപോകുന്നു. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, വിജയ് തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാകുമോ എന്നതാണ്. എന്തായാലും ആ നിർണായക തീരുമാനം ഇന്നറിയാം. ഒരുപക്ഷേ തീരുമാനം ഇന്നുണ്ടായാൽ നാളെ തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, തമിഴക രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി കൂടിയാണ്. മറ്റൊന്നുമല്ലത് ദേശീയ തലത്തിലാണ് ഇതിൻ്റെ പ്രതിഫലനം. ഇന്ത്യ മുന്നണിയിലുണ്ടായ ആശയക്കുഴപ്പവും ഭിന്നതയുമാണ് ഇതിന് കാരണം. ദേശീയ തലത്തിൽ BJPക്ക് ബദലായി പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യമാണ് ഇന്ത്യ മുന്നണി എന്ന കൂട്ടായ്മ. കോൺഗ്രസ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ചെറുതും വലുതുമായ കക്ഷികളൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് BJPക്ക് ബദലായ രാഷ്ട്രീയ മുന്നേറ്റം നടത്തുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ കണ്ടതാണ്, ഏറെക്കുറെ അത് ഫലം കണ്ടതുമാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദേശീയ തലത്തിലുള്ള ഒരു ഐക്യം ഇപ്പോഴത്തെ ഈ തമിഴ്നാടിൻ്റെ സാഹചര്യത്തിൽ അതിന് ഏതൊക്കെ തരത്തിലുള്ള ഭിന്നത ഉണ്ടായി എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയിലെ സുപ്രധാനമായൊരു കക്ഷിയാണ് DMK. കാരണം DMK മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ MPമാരുടെ കരുത്ത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഒരു പ്രത്യേക ബ്ലോക്കായി നിൽക്കാൻ അവർക്ക് നേട്ടമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ രീതിയിൽ മാറിയിരിക്കണം. ഇനി ഈ കോൺഗ്രസുമായി സഹകരിക്കാനില്ല എന്ന കാര്യം DMK ലോക്സഭാ സെക്രട്ടറി ജനറൽ കത്തായി രേഖാമൂലം തന്നെ നൽകിയിട്ടുണ്ട്. കനിമൊഴി MP ആണ് ഇക്കാര്യത്തിൽ കത്ത് നൽകിയിരിക്കുന്നത്. സമാനമായി മറ്റു ചില പാർട്ടികൾ കൂടി നിലപാടെടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി ഇനി എന്തായിരിക്കുമെന്ന വിഷയം കൂടിയാണ് ഉയർന്നു വരുന്നത്. നോക്കുക, ഇതാണ് ഇന്ത്യ മുന്നണിയുടെ സ്ട്രക്ചർ. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, തൃണമൂൽ കോൺഗ്രസ്, ശിവസേന, NCPയുടെ ശരത് പവാർ പക്ഷം, JMM, CPIM, CPI, RJD, നാഷണൽ കോൺഫറൻസ്, മുസ്ലിം ലീഗ്, RSP, ഇങ്ങനെ ചെറുതും വലുതുമായ പാർട്ടികളുടെ ഒരു വലിയ ഐക്യമാണ്, ഒരു ബ്ലോക്കാണ് ഇന്ത്യ മുന്നണി എന്ന പേരിൽ രേഖപ്പെടുത്തുന്നത്. നിരവധി പ്രതിപക്ഷ മുന്നേറ്റങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. പലപ്പോഴും വലിയ ആശയക്കുഴപ്പങ്ങൾ പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഏറെക്കുറെ BJP വിരുദ്ധ പോരാട്ടത്തിൽ, BJPക്കെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏറെക്കുറെ ഒന്നിച്ചു നിൽക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഈ മുന്നേറ്റം സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും പ്രകടമായിട്ടുണ്ട്. ചിലയിടങ്ങളിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത സാഹചര്യമുണ്ട്. നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസിൽ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കക്ഷിയാണ്. തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റ് കക്ഷികളുമായി അവർക്ക് സഹകരണമില്ല. അവർ വേറൊരു ബ്ലോക്കായി തന്നെ നിന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ പൊതുവായ രീതികളിൽ അവർ സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പക്ഷേ പശ്ചിമ ബംഗാളിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും കൂടുതൽ സഹകരിക്കുമെന്ന് കരുതാം. അപ്പോൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇതാണ്, കോൺഗ്രസ് ഉണ്ട് പ്രധാനപ്പെട്ട കക്ഷിയായി. DMKക്ക് 22 അംഗങ്ങളാണ് നിലവിൽ ഉള്ളത്. 22 MPമാരാണ് ലോക്സഭയിലേക്കുള്ളത്. ഈ 22 MPമാരും പ്രത്യേക ബ്ലോക്കായി മാറി നിൽക്കുന്നു. അതായത് ഇന്ത്യ മുന്നണി കോൺഗ്രസുമായി ഇനി തൽക്കാലം സഹകരിക്കാനില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും കോൺഗ്രസിന് ദേശീയ തലത്തിൽ നഷ്ടപ്പെടുന്നത് ഈ ഒരു സാധ്യത കൂടിയാണ്. കാരണം 22 പേര് ഇനി മാറി നിൽക്കും. സ്വാഭാവികമായും BJP വിരുദ്ധ പോരിൽ അവർ പ്രത്യേക ബ്ലോക്കായി നിൽക്കുമ്പോൾ അത് പ്രതിപക്ഷ ഐക്യത്തിലുണ്ടാകുന്ന ഒരു അസ്ഥിരതപ്പെടുത്തൽ കൂടിയാണ്. സ്വാഭാവികമായും അതിൻ്റെ ഗുണഫലം ഉണ്ടാക്കുക BJPക്ക് തന്നെയാവും. കാരണം പ്രതിപക്ഷ ശൈലിയിലെ ശിഥിലീകരണമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് DMK നടത്തിയ പുതിയൊരു നീക്കമാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ വരുന്ന ഭാവി തെരഞ്ഞെടുപ്പുകളിൽ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വീണ്ടും ഈ ഐക്യം രൂപപ്പെട്ടേക്കാം. പക്ഷേ അന്നത്തെ സാഹചര്യം പോലെയാണ്. തൽക്കാലം എന്തായാലും കോൺഗ്രസുമായുള്ള ബന്ധം ഈ തമിഴ്നാട്ടിലെ സഹകരണത്തിന് പേരിൽ അവർ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. 5 അംഗങ്ങളാണ്. അതായത് DMK, ഇതിൽ സ്റ്റാലിനെയും DMKയും പ്രകോപിച്ച പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് DMKയുമായി ഒരു കൂടിയാലോചനകളുമില്ലാതെ ഭാവിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് സഖ്യപ്രഖ്യാപനമാണ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ നടത്തിയത്. അതൊരു താൽക്കാലിക സഹകരണമോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഒഴിവാക്കാനുള്ള സഹകരണവുമായിട്ടല്ല DMKക്ക് ബോധ്യപ്പെടുന്നത്. അവർക്ക് ബോധ്യപ്പെടുന്നത് ഇതൊരു ഭാവിയിലേക്കുള്ള വിജയമായുള്ള സഖ്യമാണ്. അങ്ങനെയെങ്കിൽ ദേശീയ തലത്തിലും ഇനി സഹകരണം ആവശ്യമില്ല എന്ന നിലപാട് വരെ എടുക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇനി സഹകരണം വേണ്ട എന്ന് DMK ഒരു വാദം മുന്നോട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ഘടകം. അപ്പോൾ
കോൺഗ്രസിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ DMK-യുടെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. തീരുന്നില്ല, ഇത് DMK-യിൽ തീരുന്നില്ല എന്നതാണ് സാഹചര്യം. DMK-ക്ക് പിന്നാലെ തന്നെ സമാന നിലപാടെടുത്ത കക്ഷികൾ വേറെയുമുണ്ട് എന്നതാണ് സാഹചര്യം. അതിൽ പ്രധാനം സമാജ്വാദി പാർട്ടിയാണ്. സമാജ്വാദി പാർട്ടി ഏറെക്കുറെ പരസ്യമായ നിലപാടെടുത്തില്ലെങ്കിൽ കൂടിയും കോൺഗ്രസിൻ്റെ നയപരിപാടികളിൽ അവർക്ക് വലിയ എതിർപ്പുകളും ആശയക്കുഴപ്പങ്ങളുമുണ്ട്. അത് തമിഴ്നാട് മാത്രമല്ല, മറ്റ് ചില വിഷയങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലെ സാഹചര്യങ്ങൾ കൂടി വരുമ്പോൾ മുന്നണിയിലെ പൊതുധാരണയ്ക്ക് വിരുദ്ധമായും കൂടിയാലോചനകളില്ലാതെയും ഈ തീരുമാനത്തിലേക്ക് പോകുന്നത് അവരെ വലിയ പ്രകോപനത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് സമാജ്വാദി പാർട്ടിയും ഉടക്കിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സമാജ്വാദി പാർട്ടിയും ഉടക്കി നിന്നാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ നഷ്ടം ദേശീയ തലത്തിൽ കോൺഗ്രസിനും പ്രതിപക്ഷ ചേരിക്കും ചെറുതല്ല എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. തീരുന്നില്ല, തൃണമൂൽ കോൺഗ്രസിനും പ്രശ്നങ്ങളുണ്ട്. അവർ നേരത്തെ തന്നെ ഉടക്കിലാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ പരാജയത്തിന് ശേഷം ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസ് കൂടുതൽ ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഹകരിക്കാനുള്ള സാധ്യത മുന്നിൽ കാണാം. കാരണം പശ്ചിമ ബംഗാളിൽ എന്തായാലും ഭരണം പോയി. അപ്പോൾ സ്വാഭാവികമായും ഇനി ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട വക്താവായി തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി മാറാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മോശമായി മാറിയേക്കാം എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തുകയും സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഉടക്കിലാണ്. അത് സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ഈ CPM CPI കക്ഷികളാണ്. നമുക്കറിയാം കേരളം പോലെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ നേരിട്ട് പോരടിക്കുകയാണ് കോൺഗ്രസുമായി. അപ്പോൾ അത് സംബന്ധിച്ച് ദേശീയ തലത്തിലുള്ള ഐക്യത്തിൽ ഇതിനകം തന്നെ ആശയക്കുഴപ്പമുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ പക്ഷേ അവർ ഒന്നിച്ചു പോവുകയായിരുന്നു. പക്ഷേ കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കാതെയാണ് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തിയത് എന്ന് ഇടതു പാർട്ടികൾ തമിഴ്നാട്ടിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതായത് സ്റ്റാലിൻ്റെ വികാരങ്ങളോ സ്റ്റാലിനുമായി ഒരു കൂടിയാലോചനയ്ക്ക് പോലും തയ്യാറായില്ല എന്ന കാര്യം. അപ്പോൾ സ്വാഭാവികമായും അവർക്കും ഉടക്കിലാണ് ഈ ഇന്ത്യ മുന്നണി സംവിധാനത്തിൽ. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പുതിയ ഐക്യരൂപീകരണമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ തൽക്കാലം ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാവുകയാണ് തമിഴ്നാട്ടിലെ ഈ തീരുമാനം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് കേരളമടക്കമുള്ള സ്റ്റേറ്റുകളിൽ കോൺഗ്രസുമായി വലിയ സഹകരണമുണ്ട്. പക്ഷേ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നീക്കത്തിനൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടില്ല മുസ്ലിം ലീഗ്. അവർക്ക് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് താൽക്കാലികമായ ചില സഹകരണ നീക്കങ്ങൾ ഉണ്ടായെങ്കിൽ കൂടിയും തമിഴ്നാട്ടിൽ കോൺഗ്രസ് എടുത്ത സമീപനം പിഴച്ചുപോയി എന്ന അഭിപ്രായം അവർക്കുമുണ്ട് എന്നതാണ് സാഹചര്യം. മറ്റൊന്ന് RJD ആണ്. RJD ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തോൽവിയും പിന്നീടുണ്ടായ സാഹചര്യങ്ങളും ഒക്കെ പിന്നീട് കോൺഗ്രസുമായി സഹകരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ ചെറുതല്ല. അതിലൊരു കാരണം തമിഴ്നാട്ടിലേതാണ്. പ്രത്യേകിച്ച് DMK പോലെ വലിയ അംഗങ്ങൾ 22 അംഗങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട കക്ഷി തങ്ങൾ പ്രത്യേക ബ്ലോക്കായി മാറിയിരിക്കുക എന്ന തീരുമാനമെടുക്കുന്നതോടുകൂടി അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഒട്ടും ചെറുതല്ല. അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു സർക്കാരിൻ്റെ ഭാഗമാവാൻ കോൺഗ്രസിന് കഴിയുന്നു. എന്നിരുന്നാൽ തന്നെയും അങ്ങനെ സാധ്യമായാൽ പക്ഷേ ദേശീയ തലത്തിൽ ഒരു നഷ്ടമുണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയൊരു സാഹചര്യം കൂടി വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെ നേരിട്ടിറങ്ങിയാണ് ഈ VCKയെ കൂടി പിന്തുണ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി വിജയ്ക്കൊപ്പം നിർത്താൻ വേണ്ടി ശ്രമം നടത്തിയത് എന്ന വാദം കൂടി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മുന്നണി ബന്ധത്തിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ ശിഥിലീകരണത്തിന് ഈ തമിഴ്നാട്ടിലെ തീരുമാനം ഇടവയ്ക്കുമോ എന്ന കാര്യം കൂടിയാണ് കണ്ടറിയേണ്ടത്. ഒരുപക്ഷേ സമാനമായി മറ്റ് സ്റ്റേറ്റുകളുടെ സാഹചര്യങ്ങളുമൊക്കെ വന്നാൽ അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പം ഒട്ടും ചെറുതായിരിക്കില്ല. വരുന്ന മറ്റ് സ്റ്റേറ്റുകളിലെ തെരഞ്ഞെടുപ്പുകളെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ ഒരുപക്ഷേ ഇത് മാറിയേക്കാം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തടക്കം BJP വിരുദ്ധ ചേരിയുടെ ശക്തി എത്ര കണ്ട് ചോർന്നു പോകും, അതല്ല കൂടുതൽ ശക്തിപ്പെടുമോ, മറ്റേതെങ്കിലും സഹകരണങ്ങൾ സാധ്യമാകുമോ, കണ്ടറിഞ്ഞ് കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.